മച്ചന്മാരെ വാട്സ്ആപ്പ് യുവർ ബോയ് ഒമാനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോൺ വെജ് ഒക്കെയാണ് ചെയ്യാറ്, ബട്ട് ഇന്ന് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ് ചെയ്യുന്നത്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ ഡെസ്പാവണ്ട, ബട്ട് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇത് നൈസ് സാധനമാണ്, സിമ്പിളാണ് ബട്ട് ടേസ്റ്റിയാണ് സാധനം. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ടൊമാറ്റോ റൈസ് 2 പേർക്കുള്ള പോർഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു മീഡിയം സൈസ് ഒരു സവാളയാണ്. അത് നമുക്ക് സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാം. പിന്നീട് നമുക്ക് വേണ്ട ഒരു 3 to 4 തക്കാളീസ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലീസ് ഒരു 4-5 എണ്ണം, പിന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത സവാള ഒരെണ്ണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലാസ് അല്ലെങ്കിൽ സ്പൈസസ് ആണ്. ഒരു ബിരിയാണിക്ക് സാധാരണ ഇടുന്ന സ്പൈസസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ സ്റ്റൗവിലൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. എണ്ണയും നെയ്യും നല്ലോണം ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല കൂട്ട് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാല എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇടാം. നമുക്കിനി ഈ ഉള്ളിയെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3 അല്ലെങ്കിൽ 4 മീഡിയം സൈസ് തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞതിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തക്കാളി എല്ലാം വെന്ത് അതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലാസ് അല്ലെങ്കിൽ പൊടികളിടാം. അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴറ്റി സെറ്റാക്കി ഇടുക. ഇനി ഈ മസാല ഒരു 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തക്കാളിക്കറി അല്ലേ എന്ന്. അതെ, ഇത് തക്കാളിക്കറി തന്നെയാണ് ഒരു വിധത്തിൽ. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടൊമാറ്റോ റൈസായി മാറുന്നത്. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ റൈസ് ഒരു 10 to 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്തിരിക്കുന്ന അരിയാണ്. അപ്പോൾ ഇനി ഇതും കൂടെ നമ്മുടെ മസാലയ്ക്കകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. നമ്മുടെ റൈസിനകത്തെല്ലാം മസാല നല്ലോണം പിടിക്കാൻ രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ബസുമതി റൈസാണ്. അപ്പോൾ 1 ഗ്ലാസ് ബസുമതി റൈസിന് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് എനിക്ക് തോന്നിയത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ മസാല ഉണ്ടാക്കി കഴിയുമ്പം വേവിച്ച് വെച്ച റൈസ് ഡയറക്റ്റായിട്ടിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ, തലേന്നത്തെ ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ മസാലയ്ക്കകത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് എളുപ്പമായതുകൊണ്ടാണ്. നമ്മുടെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അരി തമ്മിൽ ഒട്ടാതിരിക്കാനാണ് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ടൊമാറ്റോ റൈസ് വേവുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമുക്ക് കുറച്ച് സലാഡും കുറച്ച് പപ്പടമൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അടുക്കി പിടിക്കാതിരിക്കുക. അപ്പോൾ ഒരു 20 to 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പം മച്ചന്മാരെ നമ്മുടെ ടൊമാറ്റോ റൈസ് കുറച്ച് സലാഡും കുറച്ച് പപ്പടവും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ മച്ചനെ, അത് പോരെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പം മച്ചന്മാരെ എത്ര ഉള്ള വീഡിയോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അതുകൊണ്ടാണ് വലിയ കണ്ടൻസ് ഒന്നും ഇല്ലാതെ കുക്കിങ്ങിലേക്ക് പോയേക്കുന്നത്. ബട്ട് നമ്മൾ തിരിച്ചു വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ stay safe.
ബൈ.